അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1381 സൂറത്തു യൂസുഫ് 41-42 സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا صاحبي السجن أما أحدكما فيسقي ربه خمرا وأما الآخر فيصلب فتأكل الطير من رأسه قضي الأمر الذي فيه تستفتيان وقال للذي ظن أنه ناج منهما اذكرني عند ربك فأنساه الشيطان ذكر ربه فلبث في السجن بضع سنين. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. يا صاحبي السجن, ജയിലിലുള്ള എന്റെ രണ്ടു ചങ്ങാതിമാരെ, അമ്മ അഹദുകുമ, അപ്പോൾ നിങ്ങൾ രണ്ടിൽ ഒരാൾ, ഫയസ്ഖി റബ്ബഹു ഖംറ, തന്റെ യജമാനന് കള്ള് കുടിപ്പിക്കും. വഅമ്മൽ ആഖറു, മറ്റേയാൾ, ഫയുസ്ലബു, അദ്ദേഹം കുരിശിൽ തറക്കപ്പെടും. ഫതഅകുലു തൈറു മിർ റഅസിഹി, എന്നിട്ട് അദ്ദേഹത്തിന്റെ തലയിൽ നിന്ന് പക്ഷികൾ വന്ന് ഭക്ഷിക്കുകയും ചെയ്യും. ഖുദിയൽ അംറുല്ലദീ ഫീഹി തസ്തഫ്തിയാൻ, നിങ്ങൾ രണ്ടുപേരും എന്നോട് വിധി ചോദിച്ച വിഷയത്തിൽ തീരുമാനം കഴിഞ്ഞിരിക്കുന്നു. വഖാല ലില്ലദീ ലന്ന, യൂസുഫ് നബി അലൈഹിസ്സലാം, വഖാല ലില്ലദീ, ഒരാളോട് യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു. ലന്ന, യൂസുഫ് നബി അലൈഹിസ്സലാം അറിയാമായിരുന്നു, അന്നഹു നാജിം മിൻഹുമാ, ആ രണ്ടാളിൽ നിന്ന് അയാൾ രക്ഷപ്പെടുന്നയാളാണ് എന്ന് അറിയാമായിരുന്നു. അങ്ങനെയുള്ള ആളോട് യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഉദ്കുർനി ഇൻദ റബ്ബിക, നിന്റെ യജമാനന്റെ അടുത്ത് നീ എന്നെപ്പറ്റി പറയണം, ഞാനിവിടെ നിരപരാധിയായി ജയിലിൽ കിടക്കുന്ന ആളാണ് എന്ന് നീ നിന്റെ യജമാനനോട് അഥവാ രാജാവിനോട് പറയണം എന്ന് പറഞ്ഞു. വഖാല ഫഅൻസാഹു ശൈത്താൻ, പിശാച് അദ്ദേഹത്തിന് മറപ്പിച്ചു, ആ ജോലിക്കാരന് മറപ്പിച്ചു, ദിക്റ റബ്ബിഹി, തന്റെ യജമാനനോട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന കാര്യം മറപ്പിച്ചു. ഫലബിസ ഫിസ്സിജിനി, അങ്ങനെ യൂസുഫ് നബി അലൈഹി ഇസ്ലാം ജയിലിൽ താമസിച്ചു. ബിളഅ സിനീൻ, ധാരാളം വർഷങ്ങൾ എന്നാണ് ഇവിടെ പറയുന്നത്. കഴിഞ്ഞ സൂക്തങ്ങളിൽ നമ്മൾ വിശദീകരിച്ചത് അറിയാമല്ലോ. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ സഹ തടവുകാരായി ജയിലിൽ പ്രവേശിച്ച കൊട്ടാരത്തിലെ ജോലിക്കാരായിരുന്ന രണ്ടുപേർ, ആ രണ്ടുപേരും രണ്ട് സ്വപ്നം കണ്ടു എന്ന് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു. എന്നാൽ സ്വപ്നം കണ്ടിട്ട് തന്നെ പറഞ്ഞതാണ് എന്നും, അതല്ല ഇങ്ങനെയൊരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ വ്യാഖ്യാനമെന്ന് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് സ്വപ്ന വ്യാഖ്യാനത്തെക്കുറിച്ച് എത്രമാത്രം ഗ്രാഹ്യമുണ്ട് എന്ന് പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്നും രണ്ടഭിപ്രായമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ. ഏതായാലും രണ്ടുപേരും വന്നിട്ട് ഇങ്ങനെ അഭിപ്രായം പറഞ്ഞിരുന്നു. അപ്പൊ യൂസുഫ് നബി അലൈഹി ഇസ്ലാം അവരോട് പറഞ്ഞു, ഞാൻ അതിന്റെ വ്യാഖ്യാനം അടുത്തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിനു മുമ്പ് തൗഹീദിലേക്ക്, വിശുദ്ധ ഇസ്ലാം, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം, ആ തത്വത്തിന്റെ ഒരു പ്രചണ്ഡമായ പ്രചരണം ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാം അവരുടെ മുന്നിൽ വെച്ച് നടത്തുകയാണ്. അത് നടത്തിക്കഴിഞ്ഞതിന് ശേഷം നേരത്തെ വാക്കു പറഞ്ഞതുപോലെ, പ്രോമിസ് ചെയ്തതുപോലെ ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുകയാണ്. അതാണ് യാ സാഹിബൈ സിജിനി, ജയിലിലെ എന്റെ കൂട്ടുകാരെ, ജയിലിലെ എന്റെ രണ്ടു കൂട്ടുകാരെ, അമ്മ അഹദുകുമ, അപ്പോൾ നിങ്ങളിൽ നിന്നൊരാൾ, ഈ രണ്ടു കൂട്ടുകാരിൽ നിന്ന് ഒരാൾ, ഫയസ്ഖി റബ്ബഹു ഖംറ, അയാൾ ഭാവിയിൽ തന്റെ യജമാനൻ അഥവാ രാജാവിന് മദ്യം കുടിപ്പിക്കും. ചാൽ അദ്ദേഹത്തിന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി രാജാവിന്റെ കൊട്ടാരത്തിൽ തന്നെ പഴയതുപോലെ ജോലിയിൽ തുടരാൻ അവസരമുണ്ടാകും. വഅമ്മൽ ആഖറു, മറ്റേയാൾ, ഫയുസ്ലബു, അദ്ദേഹം കുരിശിൽ തറക്കപ്പെടും. ഫതഅകുലു തൈറു മിർ റഅസിഹി, എന്നിട്ട് അദ്ദേഹത്തിന്റെ തലയിൽ നിന്ന് പക്ഷികൾ വന്ന് ഭക്ഷിക്കും. എന്ന് പറഞ്ഞാൽ കുരിശിൽ തറക്കപ്പെട്ട് ആള് ജീവൻ പോയതിനു ശേഷം
അദ്ദേഹത്തിന്റെ തല കൊത്തിപ്പറിച്ച് കഴുകനും കാക്കയും ഒക്കെ വന്ന് അതിൽ നിന്ന് മാംസം ഭക്ഷിക്കുന്ന സാഹചര്യത്തിലേക്ക് അദ്ദേഹം മാറ്റപ്പെടും എന്ന് പറഞ്ഞു. ഇവിടെ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ അമ്മ അഹദുക്കുമാ രണ്ടിലൊരാൾ ഇങ്ങനെ വമ്മല്ലാഹറു മറ്റേയാൾ അങ്ങനെ എന്ന പ്രയോഗത്തിന്റെ ഒരു സാധ്യതയെക്കുറിച്ച് ബഹുമാനപ്പെട്ട വ്യാഖ്യാതാക്കൾ പറയുന്നത്, ആ രണ്ടിൽ നിന്ന് ആർക്കാണ് രക്ഷയുള്ളതെന്നും ആരാണ് ശിക്ഷിക്കപ്പെടാൻ പോകുന്നതെന്നും യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് നേരത്തെ തന്നെ നന്നായി മനസ്സിലായിരുന്നു. കാരണം യൂസുഫ് നബി അലൈഹി ഇസ്ലാം അവിടെ സംസാരിക്കുന്നത് അള്ളാഹുവിൽ നിന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ. അതുകൊണ്ട് ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഗണിച്ചു പറയുന്നതോ അല്ലല്ലോ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ വാചകങ്ങൾ. മറിച്ച് കൃത്യമായ സോഴ്സിൽ നിന്നുള്ള ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആർക്കാണ് ഇവിടെ രക്ഷയുണ്ടാകുന്നതെന്നും ആരാണ് ശിക്ഷിക്കപ്പെടാൻ പോകുന്നതെന്നും എക്സാക്ട് വിവരം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് ഉണ്ടായിരുന്നുവെങ്കിലും ആ വിവരം അവരോട് നേരെ ചൊവ്വേ പറയുമ്പോൾ അവിടെ ശിക്ഷിക്കപ്പെടാൻ പോകുന്ന ആളുടെ മനസ്സ് വേദനിക്കുമല്ലോ എന്ന് മനസ്സിലാക്കി യൂസുഫ് നബി അലൈഹി ഇസ്ലാം അവിടെ ഒരു അവ്യക്തത ഉണ്ടാക്കിയതാണ്. എന്തിന്? ആരാണ് ശിക്ഷിക്കപ്പെടുന്നത് എന്നോ ആരാണ് രക്ഷപ്പെടുന്നത് എന്നോ കൃത്യമായി പറയാതെ. അതിനാണ് അമ്മ അഹദുക്കുമാ നിങ്ങൾ രണ്ടിൽ നിന്ന് ഒരാൾ എന്ന പദപ്രയോഗം നടത്തിയത്. അല്ലെങ്കിൽ നിങ്ങൾ കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എങ്ങനെയാണ്, നീ കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എങ്ങനെയാണ് എന്ന് രണ്ടാളോടും വെവ്വേറെ അഡ്രസ് ചെയ്ത് പറയാമായിരുന്നു. അത് പറയാതിരുന്നത് ആ മരണം നടക്കുന്നത് വരെയെങ്കിലും മറ്റേ സാധുവിന് സ്വസ്ഥതയോടെ അല്ലെങ്കിൽ പ്രതീക്ഷയോടെ ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകാൻ വേണ്ടിയാണ് എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ വ്യാഖ്യാതാക്കൾ ഇവിടെ പറയുന്നുണ്ട്. മഹാൻ ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അമ്മ അഹദുക്കുമാ നിങ്ങൾ രണ്ടിൽ നിന്ന് ഒരാൾ ഫയസ്ഖി റബ്ബഹു ഖംറ തന്റെ യജമാനന് മദ്യം കുടിപ്പിക്കും എന്ന് പറഞ്ഞപ്പോ വഹുവല്ലദീ റആ അന്നഹു യാസിറു ഖംറ, കള്ള് പിഴിഞ്ഞെടുക്കുന്നത് വീഞ്ഞ് പിഴിഞ്ഞെടുക്കുന്നത് കണ്ടു എന്ന് സ്വപ്നം കണ്ട ആളില്ലേ, അയാൾക്ക് തന്നെയാണ് അതിനുള്ള അവസരം ഉണ്ടാവുക. പക്ഷെ വലാകിന്നഹു ലം യുഅയ്യിൻഹു, നീരാണതെന്ന് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാം നിർണയിച്ചു പറഞ്ഞില്ല. അത് പറയാതിരിക്കാൻ കാരണം അല്ലാ യഹ്സുനദാക്ക, മറ്റേയാൾ വേദനിക്കാതിരിക്കാനാണ്, അയാൾക്ക് അതുവരെയെങ്കിലും പ്രതീക്ഷയോടെ ജീവിക്കാമല്ലോ എന്ന്. മാത്രവുമല്ല ഈ കള്ള് പിഴിഞ്ഞൊടുക്കുന്ന ആള് അല്ലെങ്കിൽ അവിടെ വെള്ളം കൊടുത്തിരുന്ന ആള് അദ്ദേഹം യഥാർത്ഥത്തിൽ കൊട്ടേഷൻ സ്വീകരിച്ചാലോ എന്ന ആ ഗൂഢാലോചനയുമായി ഒരു ചർച്ച നടത്തിയിട്ടേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അദ്ദേഹം അതിനനുസരിച്ച് എന്ത് ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല അങ്ങനെ ഒരു സംഗതി അവിടെ അങ്ങനത്തെ ഒരു ഗൂഢാലോചന നടന്നു എന്ന ആ വാർത്ത പോലും അദ്ദേഹത്തിന്റെ നാവിൽ നിന്നാണ് വരുന്നത്. ഭക്ഷണം കൊടുത്തപ്പോൾ ഭക്ഷണം കൊടുത്ത ആളുടെ ഭക്ഷണം കഴിക്കരുത്, കാരണം അത് മസ്മൂമാണ്, വിഷം ചേർത്തതാണ് എന്ന അദ്ദേഹത്തിന്റെ ഒരു വെളിപ്പെടുത്തൽ. ആ വെളിപ്പെടുത്തലാണല്ലോ സംഗതി എന്താവണത്, പ്രശ്നമാവണത് അല്ലേ. അതുകൊണ്ടല്ലേ രാജാവ് മനസ്സിലാക്കുന്നത്. അപ്പോഴല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മറ്റേ എന്ത് ചെയ്തു, അയാൾ തൽക്കാലം പിടിച്ചു നിൽക്കാൻ വേണ്ടി വെള്ളം കുടിക്കാൻ നോക്കുമ്പോൾ അതും കുടിക്കേണ്ട, അതിലും വിഷമുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ രാജാവ് എന്ത് ചെയ്തു, രണ്ടുപേരെയും പരീക്ഷിച്ചപ്പോൾ വെള്ളം കൊടുത്ത ആള് അദ്ദേഹത്തോട് ആ വെള്ളം കുടിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം കൂളായിട്ട് കുടിച്ചു. ആ സമയത്ത് ഭക്ഷണം കൊടുത്ത ആള് അയാളോട് തിന്നാൻ പറഞ്ഞപ്പോൾ അയാൾ കഴിച്ചില്ല. ജീവികൾക്ക് കൊടുത്തപ്പോൾ ആ ജീവികൾ ചത്തും പോയി. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ ഇയാൾ കുറ്റം ചെയ്തിട്ടില്ല, ഈ വെള്ളം കൊടുക്കുന്നയാള് കുറ്റം ചെയ്തിട്ടില്ല, ഭക്ഷണം ഉണ്ടാക്കുന്ന ആള് കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് നേരത്തെ തിരിഞ്ഞിരിക്കുന്നു. പിന്നെ അദ്ദേഹത്തെയും ജയിലിലാക്കി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. അതെന്തിനാ? അത് അദ്ദേഹവും ഈ ഗൂഢാലോചനയിൽ തൽക്കാലത്തേക്ക് ഒരു നിമിഷ നേരത്തേക്കിലും ഒന്ന് കണ്ണുമഞ്ഞളിച്ചു പോയല്ലോ പണത്തിനു മുന്നിൽ. അപ്പൊ രാജാവ് എന്ന തനിക്ക് സൗകര്യങ്ങളൊക്കെ ഇതുവരെയും ചെയ്തു തന്ന തന്റെ ബാഹ്യലോകത്തെ അന്നദാതാവായി പരിചയപ്പെടുത്തപ്പെടുന്ന ആള് അദ്ദേഹത്തെ ഒന്ന് ചതിയിൽപ്പെടുത്തിയാലോ അദ്ദേഹത്തെ ഒന്ന് ചീറ്റ് ചെയ്താലോ എന്ന് ഒരു നിമിഷം അയാൾ ആലോചിച്ചില്ലേ? ആ ആലോചിച്ചതിന് ഇനിമേലിൽ അത്തരമൊരു കൊട്ടേഷനുമായി ആരെങ്കിലും വന്നാൽ കേൾക്കുന്ന മാത്രയിൽ തന്നെ അതുമായിട്ട് ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറയാനുള്ള ഒരു പ്രചോദനം അദ്ദേഹത്തിനും ഇനി മറ്റു ജോലിക്കാർക്കുമൊക്കെ ഉണ്ടാവുന്നതിനാണ് വാസ്തവത്തിൽ രാജാവ് അദ്ദേഹത്തെ കൂടി ജയിലിലാക്കിയത്. എന്നാൽ മറ്റേയാൾ യഥാർത്ഥത്തിൽ കുറ്റവാളി തന്നെയാണ്. അയാള് റിയലി എന്ത് ചേർത്തിരുന്നു, ഭക്ഷണത്തിൽ വിഷം ചേർത്തിരുന്നു. ഇദ്ദേഹം അത് വെളിപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ആ ഭക്ഷണം രാജാവ് കഴിക്കുകയും അദ്ദേഹത്തിന് അപകടം വരികയും ചെയ്യുമായിരുന്നു. അങ്ങനെയായതുകൊണ്ട് അദ്ദേഹം യഥാർത്ഥത്തിൽ കുറ്റവാളിയാണ്. അപ്പൊ കുറ്റവാളിക്ക് എന്തുണ്ട്, അദ്ദേഹത്തിന് യഥാർത്ഥത്തിലുള്ള ശിക്ഷ തന്നെ ലഭിക്കേണ്ടതുമുണ്ട്. അപ്പൊ സംഗതി ഇവിടെ ആരാണ് രക്ഷപ്പെടുക, ആരാണ് ശിക്ഷിക്കപ്പെടുക എന്നൊക്കെ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ അറിയാമായിരുന്നിട്ടും
ആ സാധുവിന് അതുവരെ സംഗതിപ്പോ കുറ്റമൊക്കെ ചെയ്തെങ്കിലും അയാളുടെ മനസ്സിൽ അയാളിപ്പോ ജയിലിലെത്തി സ്വാഭാവികമായും ഈ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ഒക്കെ കൂടെ കൂട്ടുകൂടി അദ്ദേഹത്തിനൊരു മനസ്സാന്തരമൊക്കെ ഉണ്ടായ സമയമായിരിക്കുമല്ലോ. ആ മാനസാന്തരം ആ വന്നു നിൽക്കുന്ന സമയത്ത് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ ഇനി ഇவ்விധത്തിലുള്ള ഉടായിപ്പുകളുമായൊന്നും മുന്നോട്ട് പോവില്ല എന്ന ഒരു തീരുമാനത്തിലേക്കൊക്കെ ഒരുപക്ഷെ അദ്ദേഹം മാനസികമായി എത്തിയിട്ടുണ്ടാകുമല്ലോ. എല്ലാ തിന്മകളിൽ നിന്നും മാറി ഇനി നല്ലൊരു മനുഷ്യനായി ജീവിക്കണമെന്ന് മെന്റലി അദ്ദേഹം അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻ നടത്തിയിട്ടുണ്ടാകുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ മരണം വരെ അല്ലെങ്കിൽ രാജാവിന്റെ അന്തിമ വിധി വരുന്നത് വരെ അദ്ദേഹത്തിന് അസ്വസ്ഥതയുണ്ടാവണ്ട എന്ന നിലപാടനുസരിച്ചാണ് അദ്ദേഹത്തെ നിർണയിച്ചു പറയാതിരുന്നത് എന്ന് ഇബ്നു കസീർ അടക്കമുള്ളവർ രേഖപ്പെടുത്തുന്നു. വലിഹാദാ അബ്ഹമഹു ഫീ ഖൗലിഹി വഅമ്മൽ ആഖറു. അതുകൊണ്ടാണ് കുരിശിൽ തറക്കപ്പെടുന്ന ആളാരാണ് എന്നും അതേപോലെ തന്നെ രക്ഷപ്പെടുന്നത് ആരാണ് എന്നും എന്ത് ചെയ്യാതിരുന്നത്, പ്രത്യേകിച്ച് സ്പെസിഫിക് ആയി പറയാതിരുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്നെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു. അപ്പൊ ഏതായാലും ശരി, പിന്നെ അമ്മ യാ സാഹിബ ഈ സിജിനി, ഈ ജയിലിലുള്ള എന്റെ രണ്ട് കൂട്ടുകാരെ അമ്മ അഹദുക്കുമ, നിങ്ങൾ രണ്ടിൽ നിന്ന് ഒരാൾ ഫയസ്ഖി റബ്ബഹു ഖംറ, തന്റെ യജമാനന് അദ്ദേഹം മദ്യം കുടിപ്പിക്കും. വഅമ്മല്ലാഖറു, മറ്റേയാൾ ഫയുസ്ലബു, അദ്ദേഹം കുരിശിൽ തറക്കപ്പെടും. ഫതഅകുലു തയ്റു മിർ റഅസിഹി, എന്നിട്ട് അദ്ദേഹത്തിന്റെ തലയിൽ നിന്ന് പക്ഷികൾ വന്ന് തിന്നും. അദ്ദേഹം കണ്ട സ്വപ്നം അങ്ങനെ തന്നെയാണല്ലോ. ഞാൻ ഭക്ഷണ സാധനങ്ങൾ റൊട്ടി പിന്നെ തലയിലേറ്റി പോകുന്നു, അങ്ങനെ പക്ഷികൾ അതിൽ നിന്ന് വന്ന് തിന്നുന്നു, അങ്ങനെ കണ്ടു എന്നല്ലേ പറഞ്ഞ്. വാസ്തവത്തിൽ ഈ വിവരണം വരുമ്പോ തന്നെ അതിനെ പറ്റി തന്നെയാണ് പറയണതെന്ന് അയാൾക്ക് കൂടി ഊഹിക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ട്. പിന്നെ യൂസുഫ് നബി അലൈഹി സ്വലാം വ്യക്തമായി പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അപ്പോ പിന്നെ എന്നിട്ട് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാം ഇങ്ങനെ വ്യാഖ്യാനം പറഞ്ഞു, ഒരാൾ രക്ഷപ്പെടുന്നു മറ്റേയാൾ കൊല്ലപ്പെടുമെന്നും. ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്, യഥാർത്ഥത്തിൽ ഇവർ സ്വപ്നം കണ്ടോ കണ്ടില്ലേ? ഇതിന്റെ വ്യാഖ്യാനം യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞപ്പോൾ മഹാനായ ഇബ്നു കസീർ രേഖപ്പെടുത്താണ്, അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ലമ്മാ കാല മാ കാല, അവർ രണ്ടുപേരും പിന്നെ പറഞ്ഞത് പറഞ്ഞു. അതായത് ഞാനിങ്ങനെ സ്വപ്നം കണ്ടു, മറ്റയാൾ അങ്ങനെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു. അഖ്ബറഹുമ, രണ്ടുപേരോടും യൂസുഫ് നബി അലൈഹി സ്വലാം എന്ത് ചെയ്തു, അറിയിച്ചു. അതായത് പിന്നെ യൂസുഫ് നബി അലൈഹി സ്വലാം രണ്ടാളോടും അതിന്റെ വ്യാഖ്യാനവും പറഞ്ഞു. വ്യാഖ്യാനം പറഞ്ഞപ്പോ കാല, ഈ രണ്ടുപേരും പറഞ്ഞു യൂസുഫ് നബി അലൈഹി സ്വലാമിനോട്, ഷൈഅൻ, ഞങ്ങൾ സ്വപ്നമൊന്നും കണ്ടിട്ടില്ല, മറിച്ച് എന്തായിരിക്കും ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടാൽ അതിന്റെ വ്യാഖ്യാനം എന്ന് സ്വപ്ന വ്യാഖ്യാനം പറയാൻ കഴിവുള്ള ആളാണ്, അങ്ങനത്തെ ഒരു സിദ്ധി നിങ്ങൾക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോ നിങ്ങളോടൊന്ന് വെറുതെ എന്ത് ചെയ്തതാണ്, ചോദിച്ചതാണ്, ഞങ്ങൾ സ്വപ്നമൊന്നും കണ്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞു. ഫഖാല, അപ്പോഴാണ് ഈ ആയത്തിന്റെ അവസാന ഭാഗം യൂസുഫ് നബി അലൈഹി സ്വലാം പറയുന്നത്, എന്ത്, ഖുലിയൽ അംറുല്ലദീ ഫീഹി തസ്തഫ്തിയാൻ, നിങ്ങൾ രണ്ടുപേരും വിധി ചോദിച്ച വിഷയം തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു. അതായത് ഞാൻ പറഞ്ഞ വ്യാഖ്യാനം, ആ വ്യാഖ്യാനം എക്സാക്ട് വ്യാഖ്യാനം തന്നെയാണ്, അത് നടന്നിരിക്കും, നിങ്ങൾ സ്വപ്നം കണ്ടാലും കണ്ടില്ലെങ്കിലും എന്ന്. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അർറുയ അലാ റിജ്ലി ത്വായിരിൻ മാലം തുഅബ്ബർ ഫൈദാ ഉബ്ബിറത് വഖഅത്. സ്വപ്നം എന്ന് പറയുന്നത് അത് വ്യാഖ്യാനം നടക്കുന്നത് വരെ ഒരു പക്ഷിക്കാലിലാണ്, വെച്ചാൽ അത് നടക്കാതിരിക്കാം എന്ന രൂപത്തിലേ ഉള്ളൂ. അതേസമയത്ത് അതിന് വ്യാഖ്യാനം പറയപ്പെട്ടാൽ ആ സംഭവം നടന്നിരിക്കും. അപ്പൊ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് ഇവർ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു എന്ന് പറയുകയും ആ സ്വപ്നത്തിന് ഇவ்விധം ഒരു വ്യാഖ്യാനം യൂസുഫ് നബി അലൈഹി ഇസ്ലാം നൽകുകയും ചെയ്ത സ്ഥിതിക്ക് ഇനി ആ സ്വപ്നം അങ്ങനെ തന്നെ എന്താകും, പുലരുക തന്നെ ചെയ്യും എന്ന്. അതായത് അതൊരു ഹദീസിൽ വന്നിട്ടുള്ളതാണ്, ഇമാം മുഹമ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത. എന്നാൽ അതിന്റെ വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി തങ്ങൾ ഇതിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞു, ഇൻ ഖീല, ചോദിക്കപ്പെട്ടാൽ, മൻ കദബ ഫീ റുയാഹു, ഒരാൾ ഒരു സ്വപ്നം കണ്ടു എന്നുള്ള വിഷയത്തിൽ അയാൾ നുണ പറഞ്ഞു, എന്നിട്ട് ഫസ്സറഹൽ ആബിറു ലഹു, അയാൾക്ക് വ്യാഖ്യാനിക്കുന്ന ആളൊരു വ്യാഖ്യാനം വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നാൽ യൽസമുഹു ഹുക്മുഹ, ആ സ്വപ്നത്തിന്റെ വിധി അയാൾക്ക് ഉറപ്പാവോ, അങ്ങനെ വിധി എക്സാക്ട് സംഭവിക്കോ എന്ന്. അപ്പൊ കുൽന, നാം പറയുന്നു അതിന് സംബന്ധമായി ലാ യൽസമുഹു, അങ്ങനെ സംഭവിക്കണമെന്നില്ല, മറിച്ച് പറയേണ്ട ആള് വ്യാഖ്യാനം പറഞ്ഞാൽ, കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഹദീസിലുള്ളത് വ്യാഖ്യാനം പറയപ്പെട്ടാൽ അത് നടന്നിരിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, പറയേണ്ട ആൾ, അതായത്
ശരിയായ സോഴ്സിൽ നിന്ന് വിവരം ലഭിക്കുന്ന ഒരാൾ വ്യാഖ്യാനം പറഞ്ഞാൽ ആ വ്യാഖ്യാനം പുലർന്നിരിക്കും എന്നാണ് പറഞ്ഞത്. കാരണം അതാണ് വൈന്നമാക്കാന താലിക ഫി യൂസുഫ, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ വിഷയത്തിൽ ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പുലർന്നു എന്ന് പറഞ്ഞില്ലേ. അന്നഹു നബിയുൻ, അദ്ദേഹം നബിയാണ്. വതഅബീറു നബിയ്യ ഹുക്മുൻ, നബിയുടെ വ്യാഖ്യാനം എന്ന് പറയുന്നത് അത് നുബുവത്തിന്റെ നബി സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, നുബുവത്തിന്റെ 46 അംശമാണ് സ്വപ്നം എന്ന ഹദീസിലുണ്ടല്ലോ. അപ്പൊ ആ നബിയുടെ വ്യാഖ്യാനം അത് ഹുക്മാണ്, അത് വിധിയാണ്. അതെന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അവരുടെ നാവിലൂടെ ഇത് ആ വിധത്തിൽ ഒരു ഔദ്യോഗിക സ്വഭാവത്തിൽ സംസാരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞത്, നിങ്ങൾ സ്വപ്നം കണ്ടാലും കൊള്ളാം കണ്ടില്ലെങ്കിലും കൊള്ളാം, ഈ സംഗതി അങ്ങനെ തന്നെ നടക്കാൻ പോണത്. ഒരാൾ രക്ഷപ്പെടും, മറ്റേയാള് കൊല്ലപ്പെടുകയും ചെയ്യും എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി തങ്ങൾ എന്നിട്ട് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചില സ്വപ്നങ്ങൾ കണ്ടു എന്ന് ആളുകൾ പറഞ്ഞപ്പോ അവരോട് വ്യാഖ്യാനം പറഞ്ഞതും ആ വ്യാഖ്യാനം കൃത്യമായിട്ട് പുലരുമെന്ന് ശരിയാവണ്ണം വിശദീകരിച്ചതുമൊക്കെ അതിന്റെ തുടർച്ചയായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ആ കാര്യം നമ്മൾ ഒന്ന് ഓർത്തു പോകുന്നത് നല്ലതാണ് എന്നാണ് അത് സംബന്ധമായി ഞാൻ സൂചിപ്പിക്കുന്നത്. എന്നിട്ട് ബഹുമാനപ്പെട്ട ഖുർആൻ പറഞ്ഞു, എന്താ പറഞ്ഞത്, വഖാല ലില്ലദീ ളന്ന അന്നഹു നാജിം മിൻഹുമാ, ആ രണ്ടാളിൽ നിന്ന് രക്ഷപ്പെടും അദ്ദേഹം എന്ന് യൂസുഫ് നബി അലൈഹി ഇസ്ലാം ധരിച്ച ആളോട്, ധരിച്ചറിഞ്ഞാൽ ഉറപ്പിച്ചാൽ തന്നെയാണ് അതിന്റെ ഉദ്ദേശം. കാരണം എന്താ, യൂസുഫ് നബി അലൈഹി ഇസ്ലാം അത് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അള്ളാഹു എന്നുള്ള സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ. അതുകൊണ്ട് അത് ഊഹമല്ല, അല്ലെങ്കിൽ ഏകദേശം ഇങ്ങനെ ധാരണ വെച്ച് പറയുന്നതല്ല, മറിച്ച് അത് ഉറപ്പിച്ച് തന്നെ പറയണതാണ്. അതുകൊണ്ട് ലന്ന എന്ന് പറയുന്നതിന് ഉറപ്പിന്റെ താഴെയാണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഉറപ്പിന്റെ സംഗതി തന്നെയാണ് അവിടെ ഉള്ളത് എന്ന് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്. ഏതായാലും യൂസുഫ് നബി അലൈഹി ഇസ്ലാം ആരാണ് രക്ഷപ്പെടുന്ന ആള് എന്ന് ധരിച്ച ആളോട് യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ഉദ്കുർനി ഇൻദ റബ്ബിക, നിങ്ങളുടെ യജമാനന്റെ അടുത്ത് അഥവാ രാജാവിന്റെ അടുത്ത് നിങ്ങൾ എന്നെപ്പറ്റി ഒന്ന് ഓർമ്മിപ്പിക്കണം, എന്നെപ്പറ്റി നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കണം. മനസ്സിലായോ? അതായത് എന്താ പറഞ്ഞതിന്റെ അർത്ഥം, അദ്ദേഹം ഇനി വീണ്ടും രാജകൊട്ടാരത്തിലേക്ക് എത്തും ജോലിക്കാരനായിട്ട്. അങ്ങനെ കഹവയൊക്കെ ഒഴിച്ചു കൊടുക്കാൻ, അദ്ദേഹത്തിന് കള്ളൊഴിച്ചു കൊടുക്കാൻ ഒക്കെ കിട്ടും, അവസരം കിട്ടും. അപ്പോ ഈ അത്തരം ആളുകൾക്കാണല്ലോ രാജാവിനോട് ഏറ്റവും അടുത്ത് നിൽക്കാൻ സാധിക്കുക. അപ്പൊ ആ അടുത്ത് നിൽക്കാൻ സാധിക്കുന്ന ഒരു സമയത്ത് രാജാവിന്റെ നല്ല മൂടൊക്കെ നോക്കിയിട്ട്, പിന്നെ ഈ ജയിലിൽ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ഒരാളുണ്ട്, ഒരു ജയിലർ, അദ്ദേഹം യഥാർത്ഥത്തിൽ നിരപരാധിയാണ്, കുറ്റൊന്നും ചെയ്തിട്ടില്ല, യൂസുഫ് എന്നാണ് അവരുടെ പേര്. അസീസ് എന്ന നിങ്ങളുടെ ഖിത്ഫീർ എന്ന മന്ത്രിയുടെ ഭാര്യയുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു ഇഷ്യൂവിൽ അവരുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി കുറ്റം ചെയ്ത ആളല്ല എന്ന് നേരത്തെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ജയിലിലടക്കപ്പെട്ട ആളാണ്. അദ്ദേഹം ഇനിയും അകാരണമായി ഇങ്ങനെ ജയിലിൽ തുടരുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് അദ്ദേഹത്തിന് രക്ഷപ്പെടുത്തിക്കൂടെ, എന്തായാലും അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി അവർ ചെയ്തത് അവരുദ്ദേശം നടക്കുകയും ചെയ്തില്ലേ, ഇനിയിപ്പോ പുറത്തു വന്നാലും ജയിലിൽ പോയില്ലേ എന്ന് പറഞ്ഞ് അവർക്ക് ആശ്വസിക്കാമല്ലോ എന്നൊന്ന് ഓർമ്മപ്പെടുത്തണം എന്ന് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാം ആരോട് പറഞ്ഞു? ഈ രക്ഷപ്പെട്ട ആളോട് പറഞ്ഞു. രക്ഷപ്പെട്ട ആളോട് പറഞ്ഞിട്ട് ഫൻസാഹു ശൈത്താൻ, പിശാച് അവനെ ആ ആളെ മറപ്പിച്ചു, ദിക്റ റബ്ബിഹി, തന്റെ യജമാനനോട് അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ, യൂസുഫ് നബിയെ കുറിച്ച് പറയുന്ന കാര്യം മറപ്പിച്ചു. അങ്ങനെ മറപ്പിച്ചോണ്ട് തന്നെ അയാൾ പറഞ്ഞില്ല. സംഗതി പുറത്തിറങ്ങിയാലും വീണ്ടും ജോലിയിൽ കയറി, ജോലിയിലൊക്കെ കയറിയതിനു ശേഷം വീണ്ടും ഫലബിസ ഫി സിജിനി ബിദ്അ സിനീൻ, വർഷങ്ങളോളം യൂസുഫ് നബി അലൈഹി ഇസ്ലാം ജയിലിൽ താമസിച്ചു. ബിദ്അ എന്ന് പറഞ്ഞാൽ അവിടെ എത്ര വർഷം എന്ന് സംബന്ധമായി ജയിലിൽ ഇയാൾ രക്ഷപ്പെടുന്നതിന് മുമ്പും ശേഷമായിട്ട് 7 വർഷം, 12 വർഷം, 14 വർഷം എന്നൊക്കെ എന്തുണ്ട്, വ്യാഖ്യാതാക്കൾ വ്യത്യസ്ത വീക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എത്ര വർഷമായാലും വീണ്ടും ജയിലിൽ കഴിയേണ്ടി വന്നു. ഇവിടെ ഈ ഫൻസാഹു ശൈത്താൻ, പിശാച് അദ്ദേഹത്തെ മറപ്പിച്ചു, ദിക്റ റബ്ബിഹി, തന്റെ നാഥനെ കുറിച്ച് പറയാൻ എന്ന് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിലേക്ക് ആ ഹു എന്ന ലമീർ മടക്കിക്കൊണ്ടുള്ള ഒരു വ്യാഖ്യാനം ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു ഹദീസ് ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഹദീസ് സംബന്ധമായി ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ പറയുന്നുണ്ട്. എന്താണ്? ലൗലം യഖുൽ, ആ ഹദീസ് ഇങ്ങനെയാണ്, ലൗലം യഖുൽ യാനി യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ, അൽ കലിമത്തല്ലത്തി ഖാൽ, നിങ്ങൾ രാജാവിനോട് എന്ത് ചെയ്യണം, എന്നെ കുറിച്ച് പറയണം എന്ന് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ, അതായത് അപ്പോഴും അള്ളാഹുവിലേക്ക് ആ ചിന്തയെ മടക്കിയിരുന്നുവെങ്കിൽ, മാലബിസ ഫിസ്ജിനി തൂലമാ ലബിസ, താമസിച്ച അത്രയും ദൈർഘ്യം ജയിലിൽ കിടക്കേണ്ടി വരുമായിരുന്നില്ല എന്നാണ് ആ ഹദീസിന്റെ ബാക്കി. എന്നിട്ട് പറയേണ്ടത് ഹൈസു യബ്തഖിൽ ഫർജ മിൻ ഇൻദി ഗൈരില്ല,
അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് അവിടെ രക്ഷ പ്രതീക്ഷിച്ചല്ലോ എന്നൊരു ഹദീസ് പറയുന്നുണ്ട്. ആ ഹദീസിനെ കുറിച്ച് ഇബ്നു കസീർ പറയാണ്, വഹാദൽ ഹദീസു ലഈഫുൻ ജിദ്ദൻ, ഈ ഹദീസ് വളരെ ദുർബലമാണെന്ന് മാത്രമല്ല ആ ഹദീസിന്റെ പരമ്പരയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, വഹാദിഹിൽ മുർസലാത്തു ഹാഹുനാ ലാ തുഖ്ബലു ലൗ ഖുബിലൽ മുർസലു മിൻ ഹൈസു ഹുവ ഫീ ഗൈരി ഹാദൽ മൗത്തിൻ. മുർസലായ ചില ഹദീസുകൾ ചിലർക്കൊക്കെ സ്വീകരിക്കുന്നത് ഹദീസിന്റെ കാറ്റഗറിയിൽപ്പെട്ട ഒരു വകുപ്പാണ്. എന്നാലും ഇവിടെ അത് സ്വീകരിക്കാനേ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത്തരം വ്യാഖ്യാനങ്ങൾ കൊണ്ടുവന്ന് വേറൊരു രൂപത്തിലേക്ക് ചർച്ച കൊണ്ടുപോകരുത് എന്ന് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ആ വ്യാഖ്യാനവും വിശദീകരണവും ഒക്കെ പറഞ്ഞിട്ട് കൃത്യമായി പറഞ്ഞു, ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാമിലേക്ക് തന്നെ ആ ലമീർ മടക്കുന്നത് എന്തല്ല, അതിനേക്കാളും നല്ലത് ആ ആളിലേക്ക് തന്നെ മടക്കൽ തന്നെയാണ്. എന്തുകൊണ്ട്? ആ രക്ഷപ്പെട്ട ആളിലേക്ക് മടക്കുക. കാരണം എന്താ, ആ ആയത്തിൽ തന്നെ തുടർന്ന് പറയണത് എന്താ, ആയത്തിൽ തന്നെ തുടർന്ന് പറയണത് പിന്നെ ഈ ആള് കഥയല്ലേ, എനിക്കത് ഒരു സംഗതി മറന്നുപോയതെന്നു എന്ന അർത്ഥത്തിലല്ലേ ആ രാജാവിന്റെ അടുത്ത് എന്ത് ചെയ്യണത്, അദ്ദേഹം പിന്നെ രാജാവ് സ്വപ്നം കണ്ട കഥകൾ പിന്നീട് പറയണ്ടല്ലോ, ആ പറയണതിനെ തുടർന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്ന വിഷയങ്ങൾ ആ ഖുർആനിന്റെ ആ ശൈലി തന്നെ, അതിന്റെ കോർവ തന്നെ മനസ്സിലാക്കിയാൽ ഒരിക്കലും ഈ വ്യാഖ്യാനത്തിന് പഴുതു പോരാ എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്നുകൂടി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാ സംഗതിയുടെയും കാര്യങ്ങൾ ഉണ്ടാക്കുന്നവൻ എന്ന അർത്ഥത്തിൽ അവനിലേക്കേ ബന്ധപ്പെടാൻ പാടുള്ളൂ. അതേസമയത്ത് കാരണക്കാരെന്ന നിലക്ക് അള്ളാഹു അല്ലാത്തവരെ അപ്രോച്ച് ചെയ്യുന്നത് തെറ്റല്ല എന്ന് തന്നെയല്ലേ ഇസ്ലാമിന്റെ തീരുമാനം. നോക്കൂ നിങ്ങൾ, ഇതുമായി വിശദീകരിച്ചുകൊണ്ട് തന്നെ അവസാനം എല്ലാ വിശദീകരണങ്ങളും അഭിപ്രായങ്ങളും പറഞ്ഞിട്ട് ഇമാം ഖുർത്തുബി തങ്ങൾ പറയുന്നത് കാണാം, ഫീ ഹാദിഹിൽ ആയത്തി ദലീലുൻ അലാ ജവാസി തഅല്ലുഖ് ബിൽ അസ്ബാബി വഇൻ കാനൽ യഖീനു ഹാസിലൻ ഫഇന്നൽ ഉമൂറ ബിയദി മുസബ്ബിബിഹാ വലകിന്നഹു ജഅലഹാ സിൽസിലതൻ വറകിബ ബഅദുഹാ അലാ ബഅദിൻ ഫതഹരീകുഹാ സുന്നത്തുൻ വത്തഅവീലു അലൽ മുൻതഹി യഖീനുൻ. നോക്കൂ, ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി തങ്ങൾ കാരണങ്ങളുമായി ബന്ധപ്പെടുക എന്ന സംഗതി എന്ത് വേണം, നടക്കണം. കാരണം ആ കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യമുണ്ടാക്കുന്നവനാണ് അള്ളാഹു. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ നമ്മൾ അഭയം തേടുന്നതും പ്രതീക്ഷ വെക്കുന്നതും അവനിലേക്കാണെങ്കിലും ആ കാരണങ്ങളുമായി ബന്ധപ്പെടുക എന്ന അർത്ഥത്തിൽ വിഷയത്തെ കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടാണ് ഫൻസാഹു ശൈത്താൻ, പിശാച് മറപ്പിച്ചു എന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിൽ മറപ്പിക്കുന്നവൻ അള്ളാഹുവിന്റെ അല്ലേ. അപ്പൊ ഖുർആനിലും ശിർക്ക് എന്ന് പറഞ്ഞ് ആരെങ്കിലും അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ കാരണങ്ങളുമായി ബന്ധപ്പെടുക എന്ന അർത്ഥത്തിൽ മറ്റുള്ളവരിലേക്ക് ചിലത് ചേർത്ത് പറയാറുണ്ട്. എങ്കിലും ആ കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യമുണ്ടാക്കുന്നവൻ അള്ളാഹുവാണ് എന്ന വിശ്വാസത്തോടുകൂടെ അള്ളാഹു അനുവദിച്ച കാരണങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത് തെറ്റല്ല എന്നു തന്നെയാണ് ഇസ്ലാം. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.